Anyway, God bless you. We are going to continue our discussion on weapons that brings down the stronghold, and we will continue the little topic of anointing tonight also. And I don't, Stephen probably will have an exact count. I think we had probably over 40 sessions on this particular topic, maybe more or less. I'm not sure. I think definitely over 40 sessions. So I want to continue. ആ ഭാഗം ഒന്നുകൂടെ ഇന്ന് രാത്രി ചിന്തിച്ചു മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് we will start. Anointing is Christianity applied. Okay? അതായത് ക്രിസ്ത്യാനിത്വത്തിന്റെ ഒരു സാങ്കത്യം അല്ലെങ്കിൽ പ്രയോജനമാണ് അനോയിന്റിങ് അഭിഷേകം എന്ന് നമ്മളൊന്ന് കാണുന്നിടയായി തീർന്നു. നമുക്കറിയാം വാക്ക് ക്രിസ്ത്യൻ റിയലി മീൻസ് ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്, ലിറ്റിൽ ക്രൈസ്റ്റ്, ലിറ്റിൽ അനോയിന്റഡ്, അനോയിന്റിങ് എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവവചനം പറയുന്നുണ്ട്, we are the temple of the living God and his spirit is to dwell in us and be manifestations upon and within us. It is, ദൈവത്തിന്റെ ആഗ്രഹം ദൈവം നമ്മൾ വസിച്ച് നമ്മളിലൂടെ കർത്താവ് വെളിപ്പെട്ട് വരണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. Alright? ഈ ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം, our faith in Christ is the power of God to save, to move, to work in the world. So നമ്മളെ രക്ഷിക്കാനും ചലിപ്പിക്കാനും ലോകത്തിൽ പ്രവർത്തിക്കാനുമുള്ള ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസമാണ് ആ അഭിഷേകം. We're looking at the same concept from different angles so that we get a wide variety of answers or concepts about it. All right? So faith always pertains to anointing because it is always pertains to Christ, the anointed. So എപ്പോഴും അഭിഷേകമായിട്ട് വിശ്വാസത്തിന് ബന്ധമുണ്ട്, കാരണം അത് അഭിഷക്തനുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട്. സോ ക്രിസ്തു എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അഭിഷക്തനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് വിശ്വാസത്തിന് എപ്പോഴും അഭിഷേകമായിട്ട് ബന്ധമുള്ളത്. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞ വിശ്വാസത്തിന്റെ നായകൻ Hebrews 12:2 says, look into Jesus, the founder and the perfecter of our faith, who for the joy that was set before him endured the cross, despising shame, and is seated at the right hand of the throne in heaven. മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അപമാന ക്രൂശിനെ സഹിക്കുക ദൈവസിംഹാസന വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ആ വിശ്വാസത്തിന്റെ നായകനെ നോക്കാനായിട്ട് നമ്മളോട് എബ്രായ ലേഖനത്തിൽ ആഹ്വാനം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ കണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അഭിഷേകത്തിന്റെ അളവ് ആനുപാതികമായി ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ നമുക്ക് കഴിയും. Alright, so the extent that the anointing is upon us is the extent to which we are able to demonstrate Christ. So നമ്മുടെ മേൽ എത്രമാത്രം അഭിഷേകമുണ്ടോ അതിന് ആനുപാതികമായിട്ടാണ് ക്രിസ്തുവിനെ നമ്മളിൽ കൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നത്. So the anointing is hidden treasure of God, imparting to whomsoever he will. The pearl of great price hid in the field. It is the very heart of God given to man to make man one spirit with him. അഭിഷേകം എന്നാൽ താൻ ഇച്ഛിക്കുന്നവർക്ക് കൈമാറ്റം ചെയ്യുന്ന ഗുപ്തനിധിയാണ്, നിലത്തൊളിച്ചു വച്ചിരിക്കുന്ന വിലയേറിയ മുത്താണ്, മനുഷ്യനെ താനുമായി ഒരാത്മാവാക്കാനുള്ള ദൈവത്തിന്റെ ഒരു ഹൃദയമാണ്. ഇതെല്ലാം ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. So anointing is the way, it is that which Christianity is all about. So എല്ലാം കൂടെ നമ്മൾ ചേർത്ത് പറഞ്ഞാൽ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് അഭിഷേകം എന്നുള്ള ആ ചിന്തയാണ്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, we need to go beyond the mere substance. So some people think about anointing, they always think in terms of substance. ഒരു പദാർത്ഥമായിട്ട്, വസ്തു അല്ലെങ്കിൽ പദാർത്ഥമായിട്ട് ബന്ധപ്പെടുത്തി നാം തന്നെ ചിന്തിക്കാറുണ്ട്. അതില് ദോഷമില്ല, എന്നാൽ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോകരുത്. because it's much more than that. Very important that is.
നമ്മൾ കണ്ടു that was radiated on the face of Moses as glory, something that they could see. We also said that was abiding on Peter's garment, Peter's shadow. So പത്രോസിന്റെ നിഴലിൽ നമ്മൾ അത് കാണുന്നുണ്ട്. ആ നിഴൽ അടിച്ചവർക്ക് സൗഖ്യം വരുന്നുണ്ട്. It is a virtue that flowed through the garments of Jesus into the afflicted people. So നമ്മൾ കണ്ടു, ക്ഷീണിതരായ രോഗികളായ ആളുകൾ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ ആ വസ്ത്രത്തിൽ കൂടെ വ്യാപരിച്ച ഒരു വസ്തു എന്ന് വേണേൽ നമുക്കതിനെ കാണാനായിട്ട് കഴിയും. It was also abide in Peter's shadow when the sick were healed as he passed by. You will also see many more such things in the New Testament also. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മൾക്കറിയാം, പൗലോസിന്റെ മേലുണ്ടായിരുന്ന ഉത്തരീയവും റൂമാലും ഒക്കെ കൊണ്ട് the aprons and the handkerchiefs were also laid upon people and they were healed. So you'd see more tangible ways you can measure, see the anointing. About ഇതിലും ഇങ്ങനെയുള്ള in all these things that we have looked at and in many other cases, the anointing is revealed to us as acting as a substance. ഒരു പദാർത്ഥം എന്ന രീതിയിൽ കാണത്തക്ക രീതിയിൽ വസ്തുമയമായിട്ടുള്ള ചില വിഷയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. But it is much more than merely the oil poured out on the garments of Aaron. So Aaron's താടിയിലൂടെ വിശേഷ തൈലം എന്ന് പറയുന്നത് anointing oil ആണ്, which is much more. You see that substance there. It is more than the flames of fire on the day of Pentecost. So Pentecost ദിവസത്തെ നമ്മൾ കാണുന്നുണ്ട്. You see it's coming in the form of a dove resting on Jesus during his baptism time. അങ്ങനെ you would see a lot of these things. എന്നാൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതെല്ലാം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, anointing is one sense is God. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ അഭിഷേകം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. John 14:26 പറഞ്ഞു, but the comforter which is the Holy Ghost, whom the Father will send in my name, he shall teach you all things and bring all things to your remembrance, whom whatsoever I have said unto you. എങ്കിലും പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകല ഉപദേശിച്ചു തരും, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. Alright. പിന്നെ നമ്മൾ കാണുന്നുണ്ട് 1 John chapter 2 verse 27. We looked at that verse of scripture. 1 John, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകല ഉപദേശിച്ചു തരികാനും അത് ഭോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാനും അത് നിങ്ങൾ ഉപദേശിച്ചെന്ന പോലെ നിങ്ങൾ അവരിൽ വസിപ്പിക്കും. You have received the Holy Spirit. He lives within you. So you don't need anyone to teach you what is true. For the Spirit teaches you everything you need to know, and what he teaches is true. It is not a lie. So just as he has taught you, remain in fellowship with Christ. അപ്പൊ ഇവിടെ ഒരു അനോയിന്റിങ്ങിനെ പറ്റി പറയുന്നു. ആ അനോയിന്റിങ്, ആ അഭിഷേകം അവനാൽ പ്രാപിച്ച ഒരു അഭിഷേകം നിൽക്കുന്നതുകൊണ്ട് ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് we kind of talked about it, what that really means എന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചു. So John 14-17 Holy Spirit, who is the anointing in Christ abiding in us. So ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന അഭിഷേകം നമ്മിൽ വസിക്കുന്നതാണ് അഭിഷേകം. So the anointing that was in Christ when he was on this earth completing a mission. So താനിവിടെ ദൗത്യം തന്റെ ഏൽപ്പിച്ച പ്രേക്ഷിത വേല തീർക്കാൻ വന്നപ്പോൾ തന്റെ മേൽ ഉണ്ടായിരുന്ന ആ അഭിഷേകം നമ്മളിൽ ഇന്ന് വസിക്കുക. The same spirit, ക്രിസ്തുവിനെ മരിച്ചെന്ന് ഉയർപ്പിച്ചതിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് പറയുന്നു. The spirit that raised Christ from the dead is living inside of you. So it's the Holy Spirit who leads into all truth. So അപ്പൊ അവിടെ യോഹന്നാൻ 14
അവിടെ പ്രത്യേകമായിട്ട് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. So the anointing is manifestation of Christ in our lives. It is Jesus Christ, the anointed or the anointing, coming to us, abiding with us, abiding in us. So നമ്മൾ അവിടെ ശ്രദ്ധിച്ചു നോക്കണം, അഭിഷേകം ക്രിസ്തു നമ്മളിൽ ഒന്ന് വെളിപ്പെടുന്നതാണ്. അതായത് ക്രിസ്തു അഭിഷേകം ചെയ്യുന്നയാള് നമ്മളിൽ വന്ന് പാർത്ത് വസിക്കുന്ന അനുഭവത്തിന്റെ പേരാണ് അഭിഷേകത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. That's a life of anointing. Christ himself lives within us. John 15:5 നമ്മൾ വായിക്കുന്നു, Yes, I am the vine, you are the branches. Those who remain in me and I in them will produce much fruit. For apart from me, you can do nothing. So ഞാൻ മുന്തിരിവള്ളിയിൽ നിങ്ങൾ കൊമ്പുകളുമാവുന്നു, ഒരുത്തനെല്ലാം ഞാൻ അവനിൽ വസിക്കുന്നുവെങ്കിൽ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. So without anointing, we can do nothing. Without him, the anointing, without him എന്ന് പറയുമ്പോൾ the anointing, anointed, we can produce no fruit. We are without help and without power. So അഭിഷേകം ഇല്ലെങ്കിൽ ശക്തിയില്ല. You need to understand. You don't have anointing, then you don't have actually power. People do a lot of things, but without power. It's not effective. It is not effective. ഇവിടെ 15:6 John 15:6 ഇങ്ങനെ പറയുന്നു, Anyone who does not remain in me is thrown away like a useless branch and withers. Such branches are gathered into a pile to be burned. എന്നിൽ വസിക്കാത്ത ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകും, ആവക ചേർത്ത് തീയിൽ ഇടുന്നു. ഓക്കെ, സോ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഓഫ് കോഴ്സ് ഫസ്റ്റ് തിങ് നമ്മൾ കണ്ടു, വിതൗട്ട് അനോയിന്റിങ് we can do nothing. 5ാം വാക്യത്തിൽ കണ്ടത്. 6ാം വാക്യം ഇപ്പൊ നമ്മൾ പറയുന്നു, without anointing we have no place with God. അത് ഭയങ്കര കാര്യം. Without anointing we have no place with God. So അഭിഷേകമില്ലാതെ നമുക്ക് ദൈവത്തിൽ വസിക്കാനൊക്കെ. ദൈവത്തിൽ വസിക്കണമെങ്കിൽ അനോയിന്റിങ് വേണം. You need the anointing. Otherwise you are useless, you will cut off. So വസിക്കാത്തവനെ പുറത്ത് കളയും, അവൻ ഉണങ്ങിപ്പോകും, അത് ചേർത്ത് തീരിട്ട് കളയും. So therefore understand how vital then it is to have. So the apostles are warning us. നമ്മൾ പറയുന്നുണ്ട്, quench not the spirit. ഞാൻ ആ അഭിഷേകം എന്ന് പറയുന്നതും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന കാര്യവും നമുക്ക് ശരിക്കും സെപ്പറേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. You simply cannot separate it. That's how we should understand it. These two things you cannot separate. Hallelujah. The word of God, നമ്മൾ പറയും the word of God, ദൈവവചനം, the word of God. You cannot, word of God cannot have its own existence apart from God. They are one. They are interrelated. So Jesus is also called the word of God. Is so much part of the divine, or is the divine, the word of God. Okay, so it's very important. So it says, quench not the spirit. Believers not admonition to not quench the spirit. 1 Thessalonians chapter 5, verse number 19. Or verse 20 also it says, nor despise prophecies. So ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. Coming back again to chapter 15 of John 5, when you produce much fruit, you are my true disciples. This brings great glory to my Father. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. So it's even the fact that you need to be known as a disciple, function as a disciple, you should be bearing fruit. To bear fruit, you have to have the anointing. You have to have
abide. You should be abiding, anointing, bearing fruit, becoming disciples, remaining in the vine. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. So the fruit or working of the anointing reveal his anointing or anointer's personality. അപ്പൊ നമ്മൾ ഫലം കായ്ക്കുമ്പോൾ അല്ലെങ്കിൽ അഭിഷേകം നമ്മളിലൂടെ പ്രവർത്തിക്കുമ്പോൾ അത് ദൈവത്തിന്റെ പേഴ്സണാലിറ്റി വെളിപ്പെടുത്തുക. It is manifesting the personality of God. Just imagine that. So people see the work, people see the fruit. They see God the Spirit. They touch the Spirit, they feel the Spirit. So to deny the works of God is to deny God. To deny the fruit or the work of anointing on one's life is to deny the anointing, is actually to deny God. So അഭിഷേകത്തെ നിരാകരിക്കുമ്പോൾ, ദൈവപ്രവൃത്തിയെ നമ്മൾ നിരാകരിക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവത്തെ തന്നെയാണ് നിരാകരിക്കുന്നത്. You are rejecting God himself because it's the fruit of the Spirit. It's a work of the Holy Spirit. All right? So it's very important for us to understand that. So gifts of the Spirit are all fruit of the anointing. So കൃപാവരങ്ങൾ എന്ന് പറയുന്നതെല്ലാം ആത്മാവിന്റെ കൃപാവരങ്ങളെല്ലാം തന്നെ അഭിഷേകത്തിന്റെ കൃപാവരങ്ങൾ കൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, അനോയിന്റിങ്ങും ഹോളി സ്പിരിറ്റും തമ്മിൽ ഇൻസെപ്പറബിൾ ആണ്. The workings are different. So you can't deny. You deny the Spirit too. So നമ്മുടെ കൊരിന്ത്യർ ലേഖനത്തിൽ 1 Corinthians chapter 12 ഇങ്ങനെ വായിക്കുന്നുണ്ട്. എന്നാൽ കൃപാവരങ്ങൾ 1 Corinthians 12, 4 and 5, 6 കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവെന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരും പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തർ ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തായി നൽകപ്പെട്ടു. സോ യു വുഡ് സീ വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എല്ലാവരും പ്രവർത്തിക്കുന്നത് ഒരുവൻ തന്നെ. So the working of the anointing is actually God himself. Bearing of the fruit by the Spirit of God is in one way God the Spirit himself. So നമ്മളത് മനസ്സിലാക്കണം, അതിന്റെ പ്രായോഗികത മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അഭിഷേകം ആവശ്യമുണ്ടോ? യെസ്. കൊമ്പിൽ നിൽക്കണമെങ്കിൽ അഭിഷേകം വേണം, അല്ലെങ്കിൽ മുന്തിരി വള്ളിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അഭിഷേകം വേണം. കായ്ക്കുന്നില്ലെങ്കിൽ കൊമ്പിൽ നിൽക്കുക. You cannot have a standing. To bear fruit you need anointing. You don't bear fruit, then you don't belong here. You'll be chopped. So it becomes very important. A lot of people don't understand that, how important anointing is. 1 Corinthians 12:18 എന്ന് പറയുന്നു, to one person the Spirit gives the ability to give wise advice. To another, the same Spirit gives a message of special knowledge. To the same Spirit gives great faith to another. Someone else, one Spirit gives the gift of healing. He gives one person the power to perform miracles, and another ability to prophesy. He gives someone else the ability to discern whether a message is from the Spirit of God or from another spirit. Still another person is given the ability to speak in unknown languages, while another is given the ability to interpret what is being said. So നമുക്കറിയാവുന്ന ഭാഗമുള്ളൂ. ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനത്തിന് മറ്റൊരു അതേ ആത്മാവിൽ പരിജ്ഞാനത്തിന്റെ വചനം നൽകപ്പെടുന്നു. വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിന് രോഗശാന്തികൾ വരും, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരു പ്രവചനം, മറ്റൊരു ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് ബലവിധ ഭാഷകൾ, മറ്റൊരു ഭാഷകളുടെ വ്യാഖ്യാനം. But same Spirit in operation. Praise God. So നമ്മൾ അതെല്ലാം കൂടെ നോക്കി മനസ്സിലാക്കുമ്പോൾ നമുക്ക് പിന്നെയും we further define and say this way. The anointing is God is. It is how God is.
It is what God does. The anointing is the personality of God, the power to carry out His will. So, ദൈവം ആരാണ്? ദൈവം എങ്ങനെയാണ്? ദൈവം ചെയ്യുന്നത് പോലെ ചെയ്യുന്നതാണ് അഭിഷേകം. അഭിഷേകത്തിൽ ദൈവത്തിന്റെ വ്യക്തിത്വമാണ് തെളിഞ്ഞു വരുന്നത്. ദൈവഹിതം നടത്തിയെടുക്കാനുള്ള ശക്തിയാണ് അഭിഷേകം. It's a power to carry out the will of God. That's what anointing is about. And you will also see anointing is also very necessary for ministry. So, കൊമ്പിൽ വസിക്കാൻ മാത്രമല്ല, not only to bear fruit. Now it says anointing is also important for you to carry out His will on this earth. Now anointing is necessary for ministry. Though Jesus was God in the flesh, He had to have the anointing to minister. So ജഡത്തിൽ അവതരിച്ച ദൈവപുത്രനായ ക്രിസ്തുവിന് പോലും anointing ആവശ്യം. Even after He trained the 12 people, apostles we call, He would not let them go out and minister without the anointing. Therefore, He said, tarry in the city of Jerusalem until you be endued with power from on high. Luke 24:49 നമ്മൾ വായിക്കുന്നത്, എൻ്റെ പിതാവ് ചെയ്തതിനെ നിങ്ങളുടെ മേൽ വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കോളം നഗരത്തിൽ തന്നെ പാർപ്പീൻ എന്നവരോട് പറഞ്ഞു. Jesus said it was important for me as I came in the flesh. It is important for you as you minister. Without the anointing, you cannot do anything. So it's very important. There is no ministry without the anointing. For again, without me, you can do nothing. ഒന്നും ഒരു ശുശ്രൂഷയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. പക്ഷെ നമ്മുടെ എല്ലാം പ്രശ്നം എന്ന് ചോദിച്ചാൽ, what we understand as the anointing is very different. അതാണ് പ്രശ്നം. നമ്മൾ അനോയിന്റിങ്ങിനെ പറ്റി സാധാരണ പറയുന്നത്, മനസ്സിലാക്കുന്നത്, അനോയിന്റിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് കൈകളടിക്കുന്നു, നമ്മൾ സ്തോത്രം ചെയ്യുന്നു, അന്യഭാഷകളിൽ 2 ലൈൻ ഒക്കെ നമ്മൾ പറയുന്നു, നമ്മൾ അതിനെ അവിടെ കൊണ്ട് നിർത്തുക. We just stop it right there. But it's much more. അതുകൊണ്ട് നമ്മൾ through various different examples, I was trying to show to you it is lot more. It's more than substance. ഇത് പദാർത്ഥവും വസ്തുവിനേക്കാളൊക്കെ വളരെ വ്യത്യാസമാണ്. It's God Himself coming, demonstrating Himself through you, through your life. He is working through you. So anointing ദൈവമായിട്ടുള്ള ആ ബന്ധം നമുക്ക് മനസ്സിലാക്കണം. അതില്ലാതെ നമുക്കൊന്നും കഴിയില്ല. നമ്മൾ 91 സങ്കീർത്തനം 1 വാക്യം പറയുന്നുണ്ട്, He that dwelleth in the secret place of the Most High shall abide under the shadow of the Almighty. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. All things must be done from the secret place of the Most High. So അത്യുന്നതന്റെ മറവിൽ ഇരുന്നുകൊണ്ട് വേണം എല്ലാ ശുശ്രൂഷയും. Anything you do, you should be doing it from the shadow of the Almighty. Amen. So shadow of the Almighty is that overhanging presence of God. Amen. ആ ദൈവ സാന്നിധ്യത്തിന്റെ ഒരു കവറിങ്, ഞാന്ന് കിടക്കുന്ന കവർ ചെയ്യുന്ന ഒരു കവറിങ്, the presence of God. നമ്മളൊരു just imagine you standing in the shadow of a big building, huge building. Okay, the building looms high over our head and its shadow drapes across the land. It depends on how big the building is. A building in the വലുപ്പം അനുസരിച്ചുള്ള shadow you will see. ഞാൻ എൻ്റെ യാത്രയിൽ ന്യൂയോർക്കിലെ മൻഹാട്ടനിലൊക്കെ പോയി കണ്ടിട്ടുണ്ട്.
But when we went to visit China, Shanghai, man, I was looking at some of those buildings. I couldn't just simply look at just എന്തൊരു ഭയങ്കര ബിൽഡിങ്സ് ഒക്കെ. അതിന്റെ മേളിൽ ഒരു ബിൽഡിങ്ങിന്റെ മേളിൽ ഞങ്ങള് we didn't go all the way to the top. I think 88-90 അങ്ങനെ ചെന്നേച്ച് ഞങ്ങൾ അവിടെ നിന്ന് when we were looking down, we saw lobby of a hotel downstairs. ഏതോ ഒരു thing is a Hyatt or something. It was so terrible for us to look from the town. So just വെളിയിൽ ഇറങ്ങിയച്ച് ഇതിന്റെ ഷാഡോ വീഴുന്ന ശബ്ദം നോക്കി, how big, how towering, എന്തുമാത്രം ഷാഡോ ആപ്പ അതിനകത്ത്. Just imagine that. If that was ചെറിയ ഒരു ബിൽഡിങ്ങിന്റെ shadow athraanengil, if that's how a shadow of a building is, then just would we say the shadow of God, it's the immediate place of abiding presence which works in the physical realm, the anointing. അതായത് നമ്മുടെ ആ ഫിസിക്കൽ ഭൗതിക തലത്തിൽ പ്രവർത്തിക്കുന്ന തമ്പുരാന്റെ ആ ഇമ്മീഡിയറ്റ് അബൈഡിങ് പ്രസൻസിനെ നമ്മുടെ അഭിഷേകം എന്ന് പറയുന്നത്. ആ നിഴല്, just very close, the shadow of the Almighty. നമ്മൾ കണ്ടു that Peter's shadow healed the sick. പത്രോസിന്റെ നിഴല് വീണതേ ഉള്ളൂ, people got healed. Okay, it's very powerful. And how much more the shadow of God, which does not merely contain but is the anointing of God. So Peter's shadow contained the anointing of God, but the shadow of the Almighty is the anointing. അതിനാ നിഴലിന്റെ പേര് തന്നെയാണ് അഭിഷേകം. അഭിഷക്തൻ, അഭിഷേകമാണ് അതെല്ലാം. Just imagine how powerful that's going to be. So for a spiritual person, it's a substance and power of God which works in our behalf is the anointing. So നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ശക്തി, it's a spirit of God, ദൈവത്തിന്റെ ആത്മാവ് തന്നെ. So we would say anointing is what we call God's spirit when he is upon someone's life or ministry. The spirit of God within a person is anointing. 1 Corinthians 12 verse 11 ഇങ്ങനെ വായിക്കുന്നു. The anointing works differently upon many individuals. കാണുന്നുള്ള ഭാഗം ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കുന്നത് പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. It's the same spirit of God is working all these things. So because he is sovereign, because of the faith of the individual and because of the personality of God, what he wants to do through the believer. So our faith is the matter. Okay, the faith of the individual does really matter. We're also talking about the personality of God. Whatever God wants to do in and through a believer. So നമ്മൾ എത്ര ഈട് ചെയ്ത് കൊടുക്കുന്നു അത്രയും ദൈവത്തിന്റെ അഭിഷേകം നമ്മളെ വരും. So just to give you some biblical outline or some examples of this, you would see this right from the beginning itself. നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ the anointing was upon Abel. So ഹാബേലില് ഈ അനുഗ്രഹം ഉണ്ടായിരുന്നു, this anointing ഉണ്ടായി, but it was not upon Cain. So കൈയിന്റെ മേല് ആ അഭിഷേകം നമ്മൾ കാണുന്നില്ല. So therefore Cain was very jealous and he became, തന്നെ വിളിക്കുന്ന, he is probably called the first antichrist. Antichrist എന്ന് പറയുന്നത് anti-anointing എന്നുള്ള പേരിലാണ്, anti-anointing. So Christ means anointing, anointed. It was further, you would see the eternal power upon Abel, by which he through faith could speak to God
though he was dead. അതല്ലേ നമ്മൾ എബ്രായ നദി വായിക്കുന്നുണ്ട്. വിശ്വാസാൽ ഹാബേൽ ദൈവത്തിന് കൈൻ്റെതിൽ ഉത്തമ യാഗം കഴിച്ചു, അതിനാൽ അവൻ നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന് വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. So even after his death, he through faith could speak to God, though he was dead. It was Abel by faith that Abel brought more acceptable offering to God than Cain did. Abel's offering gave evidence that he was a righteous man, and God showed his approval of his gifts. Although Abel is long dead, he still speaks to us by his example of faith. So innum powerful ministry. Abel's ministry is continuing in that sense. He is speaking. So this is where you would see that eternal power that was upon Abel, but it was not upon Cain. So as you look through the pages of scriptures, you would see another mighty person called Samson. You see in the book of Judges. So in his life, the anointing became physical strength. See, the case of Abel was not a physical strength. Physical strength, he could have probably subdued him, but did not come as physical strength upon Abel. He died, but the anointing still speaks. Now, in the case here about Samson, it was more like anointing came upon him. It became physical strength in him. The anointing. And you see in the Old Testament, the anointing came upon a person to enable that person to perform something. All right? In the case of Joseph, another Old Testament saint, the anointing made all that, he touched with his hand, all that is put his hand, the anointing caused it to prosper. God gave him prophetic wisdom and spiritual insight, specifically through dreams. So അത് രണ്ട് കാര്യങ്ങളോട് നടക്കുന്നുണ്ട്. തന്റെ മേൽ ആവസിച്ച അഭിഷേകം കൊണ്ട് തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. Everything he touches is prospering. It's anointing at work. You would also see Joseph receiving this prophetic wisdom. ആ ജ്ഞാനാത്മാവ്, ആ ദർശനം തന്നെ എന്തിന് എനേബിൾ ചെയ്യാണ്? Specifically through dreams. He sees what's happening. He sees what God is going to do in the future. But upon all men, all men, anointing works righteousness. അത് നീതി പ്രവർത്തിക്കുന്നുണ്ട്. For his name is Holy Spirit. So പുതിയ നിയമത്തിലും ദൈവം അതിനെ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ആണല്ലോ നമ്മളെ അനോയിന്റ് ചെയ്യുന്നത്. And without holiness, no one can see God. Holy Spirit, വിശുദ്ധാത്മാവ്. സോ എല്ലാവരുടെ മേലും അഭിഷേകം നീതി പ്രവർത്തിക്കുന്നത് കാണും. കാരണം തന്റെ നാമം വിശുദ്ധമാണ്. വിശുദ്ധീകരണം കൂടാതെ, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. എബ്രായത്തിൽ chapter 12 and verse number 14, we actually read that. So anytime the righteousness, especially in the New Testament that you see, is leading people into righteousness, needy, because it is connected with the Holy Spirit. All right. So it was the anointing which set apart Jews as God's chosen people. So യഹൂദന്മാർ എന്ന് പറയുന്ന ജാതിയുടെ മേലുള്ള anointing ഉണ്ട്. That separated them from the rest of the world.
Okay, but did they go through sufferings? Yes. Slavery? Yes. Exile? Yes. Were they dominated by the powers of the earth? Yes. Many kingdoms come and gone, subdued them. They experience so much of it. Even today, that suffering continues. Modern history, you read about the Holocaust. എത്ര ലക്ഷക്കണക്കിന് യഹൂദന്മാരെയാണ്, 60 ലക്ഷം യഹൂദന്മാരെയാണ് കൊന്നൊടുക്കിയത്. Germany alone. How about Russia and many other places? But what kept them as separate people is God's anointing that was upon the people. So that's what anointing is doing upon a nation. And it was also this anointing which disqualified them. So ഇവരെ അയോഗ്യരാക്കിയതും ഈ അഭിഷേകം തന്നെയാണ്. ഈ യഹൂദന്മാര് നമ്മൾ നോക്കിയാൽ സെഞ്ചുറീസ്, നൂറ്റാണ്ടുകള് they've been rejecting the anointing. ഈ അഭിഷേകത്തെ അവർ റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുക. They were set apart at the first for having attained it. അവരെ സെറ്റ് അപ്പാർട്ട് ചെയ്ത് ദൈവം വെച്ചു, വേറിട്ട ജനമായിരിക്കണമെന്ന് പറഞ്ഞവരോട്. But they rejected the anointing that was upon their prophets. അവരുടെ പ്രവാചകന്മാരുടെ മേൽ ഉണ്ടായിരുന്ന ആ അഭിഷേകത്തെ അവർ റിജക്ട് ചെയ്തു. They had rejected the message of the anointing from the mouth of the prophets. പ്രവാചകന്മാരുടെ വായിൽ നിന്ന് വന്ന പ്രവചന ശബ്ദത്തെ അവര്, ആ അഭിഷേകത്തെ അവർ തള്ളിക്കളഞ്ഞു. They persecuted, they killed the anointed ones, the prophets. ദൈവത്തിന്റെ പ്രവാചകന്മാരെ അവർ കൊന്നൊടുക്കി. നമുക്കറിയാം, ഈ ന്യൂ ടെസ്റ്റമെന്റിലും എപ്പിസോഡ്സിലും ഒക്കെ യഹൂദന്മാരോടൊക്കെ ആർഗ്യൂ ചെയ്യുന്ന സമയത്ത് you see this theme coming up over and over again. നിങ്ങളുടെ അപ്പന്മാര്, പുരോഹിതന്മാരെങ്കിൽ പ്രവാചകന്മാരെ കൊന്നൊടുക്കി നിങ്ങളവർ കല്ലറോണി ചെയ്യാം. You are making grave for them, sepulchre for them, cemetery for them. Just imagine continuous rejection of anointing. And finally, what happens? The nation continued to reject the anointing, and finally, nation as a whole rejected the King of anointing, Jesus Christ, the anointed. So, പണ്ട് തൊട്ട് പ്രവാചകന്മാരുടെ മേലുണ്ടായിരുന്ന അഭിഷേകം, അവരുടെ മെസ്സേജിന്റെ മേലുണ്ടായിരുന്ന അഭിഷേകം, ദേശത്തിന്റെ മേലുണ്ടായിരുന്ന അഭിഷേകം എല്ലാം തട്ടിക്കളഞ്ഞ് finally, when the actual anointed king came, that very name means anointed, they rejected him. He came to his own, and his own received him not. അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. നമുക്കറിയാം, John the Baptist, who came as a forerunner of Jesus. He was born and raised by the anointing. ദൈവത്തിന് ഭയങ്കര അഭിഷക്തനായിട്ടാണ് യോഹന്നാനെ നമ്മൾ കാണുന്നത്. He was a forerunner, just came and trained by anointing. And he spoke to the unanointed leaders of the day. So, അഭിഷേകം വ്യക്തിപരമായി വളർത്തിയെടുത്ത ആ യോഹന്നാൻ അഭിഷേകമില്ലാത്ത മതനേതാക്കന്മാരോട് താൻ സംസാരിക്കുന്ന വചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. You read that in Matthew chapter 3 and verses 8 through 11. നിങ്ങൾക്കത് വായിക്കും. You can follow the scripture. അവിടെ പറയുന്നുണ്ട്, മാനസാന്തരത്തിന് യോഗ്യമായി ഫലം കായ്പീൻ, അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയാൻ തുനിയരുത്. ഈ കല്ലറയിൽ അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. ഞാൻ നിങ്ങളോട് ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കൊടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പി, എന്റെ പിന്നാലെ ഒരു വരുന്നു, എന്നെക്കാൾ വലിയവനാകുന്നു, ബലവാനാകുന്നു. അവന്റെ ചെരുപ്പിന്റെ ചുവപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയിലും സ്നാനം കഴിപ്പിക്കും. They were not interested in that message.
So, just to understand this, we should please keep in mind that one's level of anointing is indicative of that individual's spiritual authority. അതായത് ഒരു വ്യക്തിയുടെ മേലുള്ള അഭിഷേകത്തിന്റെ അളവ് ആ വ്യക്തിയുടെ മേലുള്ള ആത്മീയ അധികാരത്തിൽ എത്രയുണ്ടെന്നുള്ളൊരു സൂചന. It's an indicator of how much of spiritual authority this individual is possessing, because it corresponds to the level of anointing that is upon this person. The authority of Christ, the anointing, was becoming known in the world. The very anointing himself had come, and this message was heralded by these prophets. So those with anointing are those carrying God's kingdom authority in the earth. So ഒരു വലിയ ചിന്ത പറഞ്ഞത് ചോദിച്ചാൽ അഭിഷേകം ഉള്ളവനാണ് ദൈവരാജ്യത്തിന്റെ അധികാരം ഭൂമിയിൽ എക്സസൈസ് ചെയ്യുന്നവൻ. So this authority, this anointing has to do with authority. We are talking about kingdom authority. ദൈവരാജ്യത്തിന്റെ ആ അധികാരം എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരേണ്ട ആവശ്യം. So those without the anointing, so അഭിഷേകം ഇല്ലാത്ത ആളുകൾ, those without Christ, നമുക്ക് without anointing എന്നോ without Christ എന്നോ ഒക്കെ വേണമെങ്കിൽ interchangeable ആയിട്ട് you can actually say it. They are without kingdom and without God's authority. So here you see anointing is linked with the king, with authority and authority of the kingdom. If you don't have the anointing, or you have not come to Christ yet, then you are without the kingdom and without authority. So that's what gives us that authority. In Revelation chapter 19, when John the apostle fell to worship at the feet of the angel, he wanted to just fall at the feet of this angel who was showing him all these things. And he admonished him. Warning Revelation 19, I fell down at his feet to worship him. But he said, no, don't worship me. I'm a servant of God, just like you and your brothers and sisters who testify about their faith in Jesus. So, you feel like worshiping me because, you're terrified. You've seen my power and strength and glory. He said, don't worship me. I'm just like you and your brothers and sisters who testify about their faith in Jesus. Worship only God. For the essence of prophecy is to give a clear witness for Jesus, or testimony for Jesus. ഞാൻ അവനെ നമസ്കരിക്കേണ്ട അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷിയുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്കാം, യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. For the essence of prophecy is to give a clear witness for Jesus. അത് യേശുവിന്റെ സാക്ഷ്യം. The anointing is given for you to make a testimony for Jesus. അപ്പം ഇവിടെ ഈ യോഹന്നാനോട് പറയാം, നിന്റെ സഹോദരൻ, the brethren of John, the true Christians or true followers. They are only brethren, they are only true Christians if they have the testimony of Jesus, the spirit of prophecy or anointing. ഇവിടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. they are only brethren. ഇവർ നിങ്ങൾക്ക് സഹോദരന്മാരായി തീരുന്നത് ഒറ്റ കാരണത്താല. They have the testimony of Jesus. അവർക്ക് യേശുവിന്റെ സാക്ഷ്യമുണ്ട്. യേശുവിന്റെ സാക്ഷ്യം എന്ന് പറയുന്നതാണ് the spirit of prophecy. പ്രവചനത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് യേശുവിന്റെ സാക്ഷ്യം തന്നെയാണ്. ആ യേശുവിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് തന്നെയാണ് anointing.
Abhishek. See how that goes? It is just as Christ declared, who is my brother, my brethren? And he looked around on them and sat about and said, behold, my mother and my brothers, for whosoever shall do the will of God, those who are anointed, the same is my brother, my sister, and my mother. So ഇവിടെ പറയുന്ന കർത്താവ് അവനവരോട് എൻ്റെ അമ്മയും സഹോദരന്മാരും ആരോന്ന് വെച്ചാൽ എൻ്റെ അമ്മയും സഹോദരന്മാരും എന്നെ വിളിക്കുന്നു. So your brothers, your mother and brothers have come. And Jesus said, ചുറ്റി നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും ഇതാ. ദൈവഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു. So if you are doing the will of God, that means those who are anointed, they are your brothers and your sisters. Not everybody. Only those who do the will of God. Only those who have the anointing. So only with the anointing you can do the will of God. So only those who do the will of God are your brothers and your see. നമ്മുടെ സഹവർത്തിയന്മാരുമായിട്ട് വിശ്വാസികളുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നത് പോലും ഇറ്റ് ഈസ് ദി അനോയിന്റിങ്. കൊമ്പിൽ വസിക്കുന്നത്, കൊമ്പ് മുന്തിരിവള്ളി വസിക്കുന്നത്, ഇറ്റ്സ് ത്രൂ അനോയിന്റിങ്. bear fruit through anointing. Gift of the Spirit through anointing. Everything is through anointing. So, ഇതെല്ലാം നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്, it's kind of a partial understanding, partial answer to the question, what is anointing? I can't give you a complete exhaustive list of everything, but I hope you got an idea about what anointing is. So, നമ്മളൊരു ഡെഫിനേഷൻ അതിന്റെ നേച്ചറും അതിന്റെ പ്രകൃതിയെ കുറിച്ച് വേണമെങ്കിൽ ഒരു ചെറിയ ഡെഫിനേഷൻ പറഞ്ഞ് ഇങ്ങനെ ആയിരിക്കാം. Prophetic, little more into prophetic anointing. Anointing in general പറഞ്ഞെങ്കിൽ little more prophetic anointing refers to the divine empowerment and consecration bestowed upon individuals chosen by God to serve as his prophets. This anointing enables them to receive, to interpret, proclaim God's message to his people. So ഇവിടെ prophetic anointing എന്ന് പ്രത്യേകമായിട്ട് ആ പ്രവചനാഭിഷേകം എന്ന് പറയുന്നത് it's a divine empowerment, ഒരു ദിവ്യ ശക്തീകരണമാണ്, ഒരു സമർപ്പണമാണ്, ഒരു കോൺസിക്രേഷനാണ്. വ്യക്തികളുടെ മേൽ ദൈവം വെക്കുന്ന ഒരു അനുഭവമാണിത്. തന്റെ പ്രവാചകന്മാരായിട്ട് ഭൂമിയിൽ വർത്തിക്കാൻ, just to stand and work and function as his mouthpiece. And there's an anointing given to them to be his prophets. This anointing gives them the message. Anointing enables them to interpret the message. And the anointing actually gives them the courage to proclaim the message to his people. Very special anointing given to prophets. It's a spiritual endowment. Spiritual endowment. It equips the prophet with the authority, ability to speak on behalf of God, often involving foretelling future events, providing guidance, and calling for repentance. ഇപ്പൊ നമുക്കറിയാം, ഈ Elon Musk doing a lot of stuff today. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കണം. So it's the stirring of firestorms all over the country. A lot of people are very angry and then ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നു. പക്ഷെങ്കിൽ he is not acting because he is probably the richest man in the world. That's not how he's operating. He's operating because the president of the United States has given him the authority to do certain things.
Okay. So there are some things the executive branch, as the chief executive officer, president of the nation, is conferring upon him or given him to do certain things according to his direction. So just to give an idea, particularly, so this anointing on the prophets of God, God is giving them the authority and the ability to speak on behalf of God. Authority. It's a big anointing. Not everybody is given. But this particular people, especially in the Old Testament, you would see people who are specifically given this authority to speak on behalf of God. Not a small thing. Thus says the Lord. And they don't care whether you're a king or a criminal. It doesn't matter. Because they don't have their own authority. They are exercising the authority on behalf of Almighty God. It's very important. Often involving sometimes foretelling future events. സംഭവിക്കാൻ പോകുന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് പ്രവചനം അതിനകത്തൊരു ഭാഗമാണ്. Sometimes it's providing guidance. Sometimes calling people into repentance. മാനസാന്തരത്തിലേക്ക് ആളുകളെ വിളിക്കുകയാണ്. That's an anointing. Look at how John the Baptist, you sarpasandra, you brood of vipers. They were terrified because the anointing that was upon him. Even Jesus going into the temple, anointed, made a whip out of the rope, threw the table, money changers, chasing everyone, said, my house shall be called a house of prayer. You guys turn into den of thieves. But you would see Jesus dying on the cross. That was again, he ultimately becomes a sacrifice so that you and I can have redemption. But I'm just talking about the authority the anointing brings. So this biblical foundation for this authority is deeply, concept of prophetic anointing is deeply rooted in the Old Testament. Prophets were often anointed with oil as a symbol of their divine appointment. So അവരെ ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റിന്റെ ദൈവം ആക്കി വെച്ചതിന്റെ ആ സ്ഥാനാഭിഷേകത്തിന്റെ ഭാഗമായിട്ട് വിഷ്വലായിട്ട് അവരുടെ മേൽ എണ്ണ ഒഴിച്ച് തൈലക്കൊമ്പ് കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. This act signified the Holy Spirit's presence and empowerment. Symbolic ആയിട്ടാണ് ഓൾഡ് ടെസ്റ്റമെന്റ് നമ്മൾ കാണുന്നത്. Because you would see Jesus was supposed to send it to him later. So ഇതിനു മുമ്പ് യേശു മുമ്പുണ്ടായിരുന്ന കാര്യം പറഞ്ഞു. So ആ അഭിഷേക തൈലം, it was a symbolic of the Holy Spirit's presence and empowerment. You would see Samuel anointed Saul, and later Samuel anointed David as kings of Israel, making them as chosen vessels of God's purpose. രണ്ടുപേരെയും ദൈവത്തിന്റെ പദ്ധതിക്കായിട്ട് തൈലാഭിഷേകം ചെയ്ത് വേർതിരിക്കുന്ന ചരിത്രങ്ങൾ നമ്മൾ you see in 1 Samuel chapter 10 and 16 നമ്മൾ അത് കാണുന്നു. രണ്ടുപേരെയും അഭിഷേകം ചെയ്തു. So പഴയ നിയമത്തിലാണെങ്കിൽ പോലും it was really symbolizing, or it is a symbol of the presence of the Holy Spirit in a person. ഇനിയും ഈ prophetic anointing some general characteristics പറഞ്ഞു തീർക്കാനുള്ള സമയം നമുക്കുള്ളൂ. സോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. What are some of the characteristics of prophetic anointing? അതിനകത്തെല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യം, ഒരു ദൈവിക തെരഞ്ഞെടുപ്പ് അതിനകത്തുണ്ടായിരുന്നു. There's a divine selection. Okay? They were chosen by God, not by any human institutions. അവരെ ആരെയും
ഒരു മാനുഷിക സംഘടനകളും ഗ്രൂപ്പുകളും അല്ല തെരഞ്ഞെടുത്തത്. They were chosen by God. Sometime അതിനകത്തൊരു probably it was accompanied by a personal encounter with God. You would see Isaiah in Isaiah 6 വായിക്കുമ്പോൾ ദൈവത്തിന് ഒരു പ്രത്യേക എൻകൗണ്ടർ അവിടെ ഇശയ്യാ പറയാനുണ്ടാകും. Isaiah is having an encounter with God. Or the call of Jeremiah in chapter 1. Okay, അവിടെ ഒരു പ്രത്യേക വിളി അവർക്കുണ്ടാവുന്നുണ്ട്. So the first thing is divine selection. ഒരു ദൈവികമായ തെരഞ്ഞെടുപ്പ് അതിനകത്തുണ്ട്. ഇതിന്റെ ഫീച്ചറിലുള്ള ഒന്നാണ്. രണ്ടാമത്തെ കാര്യം ദൈവികമായ തെരഞ്ഞെടുപ്പ് മാത്രമല്ല. Secondly, there is a Holy Spirit empowerment, empowered by the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തീകരണം ഇവരിലെല്ലാം നമ്മൾ കാണുന്നു. Anointing involves Holy Spirit's empowerment, enabling the prophet to perform their duties. New Testament ആണെങ്കിൽ Jesus himself was anointed by the Holy Spirit at his baptism, making the beginning of his public ministry. So യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ക്രിസ്തുവിനെ അഭിഷേകത്താൽ ദൈവം ശക്തീകരിക്കുന്നു. So divine calling, spirits empowerment. മൂന്നാമതൊരു കാര്യം ഇവരിലെല്ലാം കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ത്രെഡ് എന്ന് പറയുന്നത് authority and boldness. ഇവർക്ക് അധികാരവും ധൈര്യവും. That's something you would see in them. അധികാരവും ധൈര്യവും. Prophets, all of them spoke with authority and boldness. They challenged kings. They challenged nations. They also called people to align with God's will. ധൈര്യത്തോടെ വിളിച്ചു രാജാക്കന്മാരെയും നേതാക്കന്മാരെയും എല്ലാം ദൈവത്തോട് നിലനിൽക്കണം. Then common people were called into repentance. You see Elijah confronting King Ahab. Okay, and the prophets of Baal is, they were also being challenged on Mount Carmel. So boldness of authority was another feature you would see. Number 4, നാലാമത് നമ്മൾ കാണുന്ന വേറൊരു കാര്യം, ഇവർക്കെല്ലാം ദൈവം റെവലേഷൻ ഇൻസൈറ്റ് കൊടുത്തു. വെളിപ്പാടും അന്തർദർശനവും ദൈവം കൊടുത്തു. സോ prophets anointing grants. anointing കൊടുക്കുന്ന വേറൊരു കാര്യമാണ്. നോട്ട് ഓൺലി അതോറിറ്റി കൊടുക്കുന്നു, എംപവർമെന്റ് ലഭിക്കുന്നു, ഡിവൈൻ അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നു, ബോൾഡ്നെസ് കിട്ടുന്നു. ഇതെല്ലാം കൂടാതെ നടക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് they get this anointing provides them, grants them insight into God's plan and purposes. Prophets often reveal hidden truths and future events. So ദൈവത്തിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന കാര്യങ്ങൾ കാണുവാനുള്ള അന്തർവീക്ഷണം ഈ അധികാരം, അഭിഷേകം പ്രവാചകന്മാർക്ക് കൊടുക്കുന്നുണ്ട്. People like Jonah were sent to warn cities like Nineveh. അത് നമ്മൾ അടുത്ത കാണുന്നു. ഇവരെ another one is actually called to repentance. അവിടെ കാണുന്നു അനുതാപത്തിനായുള്ള ഒരു ആഹ്വാനം. Central aspect of prophetic message is call people into repentance or call people to return to God. ആയിരുന്നു പ്രവാചകന്മാർക്ക് ദൈവം കൊടുത്ത ആ വലിയ ദൗത്യത്തിനുണ്ടായ ഒരു വലിയൊരു കാര്യം. Calling people back to God, calling people to repent and back to God. So ആ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതല്ല. That gives us an idea about prophets, prophetic ministry. There's a divine selection. ഒരു ദൈവിക തെരഞ്ഞെടുപ്പ്. മനുഷ്യനാലല്ല, പൈസ കൊടുത്തല്ല, ദൈവം ഹാൻഡ് പിക്ക് ചെയ്യുകയാണ് അഭിഷേകത്തിന് വേണ്ടി. ഓക്കെ, ഒരുപക്ഷെ ഇവർക്ക് തന്നെ ഒരു വ്യക്തിപരമായ ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടായിരിക്കാം, അല്ലാതായിരിക്കാം. They are empowered by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ അവരെ ശക്തീകരിക്കപ്പെടുന്നു. അവർക്ക് അധികാരവും ധൈര്യവും ഇതിനകത്തൂടെ ലഭിക്കുന്നു. They get revelation and insight. വെളിപ്പാടും അന്തർദർശനവും ലഭിക്കുക. ദൈവത്തിന്റെ പ്ലാനുകളിലേക്ക്
നമ്മളോട് തോന്നുന്നു മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ ആരും അറിയുന്നില്ല, ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും അറിയുന്നില്ല. So I understand what is going on in my heart, but what is inside the heart of ദൈവത്തിന്റെ തിരുഹൃദയത്തിലുള്ള കാര്യങ്ങൾ വേറെ ആർക്കും അറിയാൻ ഒക്കത്തില്ല. മനുഷ്യന്റെ ആത്മാവിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നെ മനസ്സിൽ പോകുന്നതൊക്കെ എനിക്കറിയാം, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ പോകുന്നത് എനിക്കറിയില്ല. പക്ഷെ അത് അറിയുന്ന ഒരാളുണ്ട്, അതാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വരുമ്പോൾ യു ആർ ഓൾസോ സീയിങ് what is inside somebody else's heart. That's what anointing does. Revelation and insight. Then calling people to repentance. അനുതാപത്തിലേക്ക്, ബ്രോക്കൻനെസ്സിലേക്ക്, നിരപ്പിലേക്ക് വിളിക്കുന്ന ഒരു വലിയ ശുശ്രൂഷ you would see. Real prophetic anointing നമ്മളത് കാണുന്നുണ്ട്. ഇനി ന്യൂ ടെസ്റ്റമെന്റ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴത്തേക്കാണ് ഈ യേശുക്രിസ്തുവിന്റെ കാലത്തിന് ശേഷം through the times of apostles and other believers, so അപ്പോസ്തലന്മാരുടെ കാലത്തും അപ്പോസ്തലന്മാരുടെ കാലത്തിന് ശേഷം, during the days of the apostles and after, during the time of believers, we're talking modern times, Apostle Paul speaks of prophecy as spiritual gift given for the edification of the church. പ്രത്യേകിച്ച് പ്രൊഫറ്റിക്കൽ ഗിഫ്റ്റിനെ പറ്റി ഇപ്പോൾ പറയുന്നുണ്ട്. 1 Corinthians 14 നമ്മൾ വായിക്കുന്ന ആദ്യത്തെ 5 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ദൈവം കൃപാവരങ്ങളെ കൊടുക്കുന്നത് സഭയെ സജ്ജമാക്കാൻ വേണ്ടിയാണ്. It is to equip the church. God is giving all these different, especially this prophetical gift is given to edify the church. You would see even in the book of Acts such activities as you see Agabus predicting a coming famine in the church. നടക്കാൻ പോകുന്ന ഒരു വലിയ ക്ഷാമത്തെ കുറിച്ച് already giving something's going to happen in the future. But a prophet gets a message. He's a New Testament prophet, and he's telling. God wants to use people like that today also. ഇന്നും ദൈവത്തിന് പ്രൊഫറ്റിക് കണ്ണുകളുള്ള ആളുകളെ ദൈവസഭയിൽ ആവശ്യമുണ്ട്. But you have to believe, you have to pray. ഞാൻ ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് രാവിലെ പ്രാർത്ഥിക്കും. നിങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ച് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്റെ സഭയിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ച് ആട്ടുംകൂട്ടത്തിനിടയിൽ കർത്താവെ അവിടുന്ന് കൃപാവരങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങേക്ക് ഇഷ്ടമുള്ള എല്ലാം കൊടുത്തു, ആർക്കും വേണം കൊടുത്തു ഓർത്താം, ദാഹിക്കുന്നവർക്ക് കൊടുത്തു ഓർത്താം. നമ്മൾ പറഞ്ഞോട് നിങ്ങൾ ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിച്ചോണം, യു ഡിസയർ ഗ്രേറ്റർ ഗിഫ്റ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു. So I ask for all things every day. I know he's not going to give to me everything, but I'm just asking. I say, God, give it to my people. നിങ്ങളുടെ സഭയിലൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യരുത്. ആ അനോയിന്റിങ് ഒന്ന് ഒഴുകട്ടെ എന്റെ സഭയിൽ. പ്രൊഫറ്റിക് അനോയിന്റിങ് ദൈവസഭയിൽ ഒന്ന് ഒഴുകട്ടെ കർത്താവ്. കൃപാവരങ്ങളുടെ ഒരു ഒഴുക്ക് ദൈവസഭയിൽ ഒന്നുണ്ടാകട്ടെ കർത്താവ്. ആ പ്രൊഫറ്റിക് അനോയിന്റിങ് ദൈവസഭയിൽ ഉണ്ടാകുമ്പോൾ look at what happens, in the life of the church when that happens. It provides guidance, it provides encouragement, it also provides correction. It provides guidance, encouragement, and correction. Amen. അവിടെ പറയുന്നു, എഫെസ്യർ 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, a list among the gifts of Christ give to church, equip the saints for ministry, build up the body of Christ. ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരെയും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൽ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. It is for the equipping of the church to lead a church to spiritual maturity. God is calling people. This fivefold ministry is in the local church. സഭയിൽ ചിലരെ അപ്പോസ്തലന്മാരായിട്ട് ദൈവം വിളിക്കുക,
ചിലരെ പ്രവാചകന്മാരായിട്ട് വിളിക്കുക, സുവിശേഷകന്മാരായി വിളിക്കുക, ഇടയന്മാരായി വിളിക്കുക. This is all ministry gifts God has given. അതിന്റെ അർത്ഥം നമ്മുടെ സഭയിൽ നാളെ അങ്ങോട്ട് ഞാൻ അപ്പോസ്തലനാണ്, അപ്പോസ്റ്റൽ so and so. Oh no, it doesn't work that way. But it's that anointing coming upon you, and the church will recognize it. സഭ പറയും അദ്ദേഹത്തിന്റെ മേൽ ഒരു ദൈവത്തിന്റെ അപ്പോസ്തലിക അഭിഷേകമാണ്. He sees stagnation and moves. People with prophetic gifts, they see beyond the walls. They'll see. They have vision into the future. മറ്റൊരു സ്റ്റാഗ്നേഷൻസ് വലിയ അവരാണ് പറയുന്നത്. സഭയെ കണ്ടിട്ട് ഒരു പറയാണ്, നോ, ദിസ് ഇസ് നമ്മളിതുവരെ സ്തംഭിച്ചിരിക്കുക. പാസ്റ്റേ, I feel like നമ്മളൊരു പ്ലാറ്റോ ചെയ്തിരിക്കുക. We need move. അതുകൊണ്ട് അപ്പോസ്തലന്മാർ when they are in place, they appoint elders, they move to the next place. They move to the next place. They move to the next place. സഭയ്ക്കകത്ത് സഭ ഓടിച്ച് ആള് വളർത്തുന്ന കാര്യമില്ല ഞാൻ പറയുന്നത്. I'm just talking about people who sense the stagnation of the church spiritually. അഭിപ്രായം പറയുന്നുള്ള കാര്യമാണ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് കൊടുത്തേച്ച് ദൈവസഭയുടെ സ്റ്റാഗ്നേഷൻ, സ്തംഭനം കാണുക. സ്തംഭിച്ച് ഇളക്കമില്ലാതെ കിടക്കുന്ന വെള്ളത്തിനകത്ത് കൊതുകുണ്ടാകും. You see mosquitoes coming from that stagnant water. But the rolling water, there's nothing, none of those things will be. That's the reason most of the communities, they always ask for fountains. You'd see രാവിലെ വൈകിട്ട് ഇതിങ്ങനെ ഷൂ അടിച്ചുകൊണ്ടിരിക്കും. എന്തിനാ ഇവർ കാശിലാണ് കത്തിക്കുന്നത്? It's because if that doesn't happen, stagnant water produces all kinds of mosquitoes and other creatures. We need people who has prophetical anointing in the church. ചില പ്രവാചകന്മാരായിട്ട് സഭയിൽ പ്രവാചകന്മാർ. Hallelujah. We are talking about people who actually can edify people who brings provision, providing guidance, people who brings correction. So correction, encouragement, guidance, ഇതൊക്കെ പുതിയ നിയമ പ്രവചനത്തിന്റെ ഒരു വലിയ ഭാഗം. It must be part of it. ചുമ്മാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭൗതികം എല്ലാം പറഞ്ഞ് all kinds of physical blessing. This is what's going to happen. What is a big deal? What's a big deal? നമ്മൾ ഈ ദിവസങ്ങളൊക്കെ I see a lot of believers. എന്തൊരു മൂക്കിപ്പനി ഉടനെ ഫോൺ വിളിക്കുക, നാട്ടിൽ ഒരു പനിയാവട്ടോ, എന്താ മാറുമായിട്ട് ചോദിക്കുന്നത്. Every small little thing dialing people in India. It's sad, very sad. നിങ്ങൾ ഇടയ്ക്ക് നിങ്ങൾ അങ്ങനെയുള്ളവർ വിളിച്ച് സംസാരിക്കുക വെച്ചത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊക്കെ ഒരു ചിലതിന്റെ ഒരു കൺഫർമേഷൻ വെള്ളവും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് എല്ലാ സ്മോൾ കാര്യത്തിൽ what is it? It really shows a level of shallow faith that we are exercising. നമ്മൾ കർത്താവിൽ റൂട്ടഡ് ആയി മാറും. പ്രാർത്ഥിക്കുക, പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, പാസ്റ്ററൽ ഹാർട്ടുള്ള ആളുകൾ ദൈവസഭയിൽ ഉണ്ടാകണം. I'm not saying അവരെല്ലാവരും പാസ്റ്റർ ആണെന്നല്ലേ പറയുന്നത്. How many pastors can the church have? We are talking about people with pastoral heart. Well, if the Lord is calling you to become a pastor, just get out, serve the Lord, go study God's word and go serve. That's a different calling in life. I really pray that pastors will emerge out of our church. സഭയിൽ ദൈവം പാസ്റ്റർമാരെ എഴുന്നേൽപ്പിക്കണം ഞാൻ പ്രാർത്ഥിക്കുക. അമേരിക്കയിലെ one of the shortages that you would see in the United States is good pastors. Churches don't have good pastors. Not only in our community, even in American community, they don't have pastors. There's a big shortage of good pastors. Teachers. Sunday school ഒക്കെ പഠിപ്പിക്കുന്ന ആളുകള് ലാഘവത്തോടെ എടുക്കരുത്. രാത്രി ചുമ്മാ അതും കണ്ട് സിനിമയും കണ്ട് രാവിലെ എണീറ്റ് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ പറ്റരുത്. It is a ministry God has given you. Sunday school teachers, everyone, past and present and the future ones. I'm just encouraging you. You don't understand your ministry, the calling. Teaching is a ministry. നിന്റെ കയ്യിൽ കൊച്ചു സഭ 5 പേരുള്ളെങ്കിൽ 5 പേരുടെ ഒരു സഭയാ. It is your job to equip them, to lead them to Christ. Our eternity impact ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. Spend time, read Sundays. വേദോസം വായിക്കാത്ത Sunday school teachers, I'm sad for you.
Do you have a disciplined time of reading Bible? If not, don't be a teacher. Don't be a Bible teacher. Spend time, submit yourself to God's word. Meditate on God's word. Apply those principles into your personal lives. Then pour it into other people. നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ലല്ലോ, നമ്മൾ വായിക്കുന്നില്ലല്ലോ, നമ്മൾ how can you be a teacher? So encouraging you, please spend time with God. So the call of God is upon the church. God is looking for anointed people. ഈ പ്രവചനത്തെ പറ്റി ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഡിസേൺമെന്റും ടെസ്റ്റിംഗും ഒക്കെ വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. It says in 1 Thessalonians 5:20 പറഞ്ഞത്, പ്രവചനം സ്വീകരിക്കരുത്, സകലവും ശോധനയിൽ നല്ലത് മുറുകെ പിടിച്ചോ. Do not treat prophecies with contempt, but test all things. Hold fast to what is good. ശരിപ്പെട്ടു എന്ന് എനിക്കറിയാൻ സമയം, പക്ഷെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ദിവസങ്ങളിൽ, കർത്താവേ, ആ അനോയിന്റിങ് എൻ്റെ പേരെ നയിക്കണേ കർത്താവേ. Send it upon our church. സഭയിൽ അയക്കണമേ കർത്താവേ. അനോയിന്റിങ് ഒന്ന് ഒഴുകി വരട്ടെ കർത്താവേ. എല്ലാവരും അനോയിന്റ് ചെയ്യപ്പെട്ടവരായി. I believe the entire church is divided into 5 groupings-ലേക്ക് സഭ മൊത്തം പോകും. Either you are a teacher or you are a prophet, you are an apostle. I'm at least talking about in spirit, we are all. But discover who you are and what's your calling in life. നമുക്ക് പ്രാർത്ഥിക്കാം.